ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസി പോയ ശേഷം ആദ്യത്തെ 3 ദിവസവും അലീന സ്റ്റാൻലിയുടെ ചിട്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണക്രമം തന്നെ നിലനിർത്തി. പൗലോസ് പോയതിൻ്റെ കുറവ് പപ്പയ്ക്ക് അനുഭവപ്പെടരുതെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. സ്റ്റാൻലി 3 ദിവസം പരാതിയൊന്നും പറഞ്ഞില്ല. 3-ാം ദിവസം സ്റ്റാൻലി കഴിച്ചുകൊണ്ടിരിക്കെ അലീന അരികെ ഇരുന്ന് ആരോടൊന്നില്ലാതെ പറഞ്ഞു, കറിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയണ്ടേ? അതിനാരും തയ്യാറല്ല. മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എണീറ്റ് പോകും. മോശമായി പോയെങ്കിൽ കുറ്റം പറയാൻ എന്തൊരു ഉത്സാഹമാ. സ്റ്റാൻലി അതും കേൾക്കാത്ത ഭാവത്തിലിരുന്നു. സ്റ്റാൻലി എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഔദക്കുട്ടിച്ചായനോട് പറഞ്ഞു, നാളെ മുതൽ ഇവിടുത്തെ ഭക്ഷണക്രമങ്ങളൊക്കെ ഞാൻ മാറ്റാൻ പോവുക. ലാലിച്ചൻ നിന്നെയും മാറ്റും, അത്ര തന്നെ. നമുക്ക് നോക്കാം. പിറ്റേന്ന് അലീന ഒരു പോക്കറ്റ് ബുക്കും പേനയുമായി സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്നു. ഇന്നെന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റിന് പപ്പയ്ക്ക് വേണ്ടത്? സ്റ്റാൻലി മകളെ തുറച്ചു നോക്കി. ഇന്നെന്താ പ്രത്യേകത? ഇന്ന് ഉച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചാൽ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ഞാൻ നോക്കും ഏതാണ് ഇന്ന് കഴിക്കണമെന്ന്. ആ പതിവ് തെറ്റിക്കേണ്ട. മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണമാണോ തീരുമാനിക്കുന്നത് കേണൽ സ്റ്റാൻലി ജോസഫ് ഇന്ന് എന്ത് കഴിക്കണമെന്ന്? അത് ശരിയല്ലല്ലോ. പപ്പയ്ക്ക് തന്നെ തീരുമാനിക്കണം. എന്നിട്ട് അത് തന്നെ കഴിക്കുകയും വേണം. സ്റ്റാൻലിക്ക് ദേഷ്യമായി. ഇതിനാണോ നീ പൗലോസിനെ പറഞ്ഞയച്ചത്? ഞാൻ പറഞ്ഞയച്ചതാണോ? കള്ളൻ തന്നെത്താൻ പോയതല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അടുക്കളക്കാര്യത്തിൽ തലയിടരുതെന്ന്. ശരി, നീ ബുദ്ധിമുട്ടണ്ട. ഞാൻ വേറെ കുക്കിനെ ഏർപ്പാടാക്കിക്കോളാം. ക്ലബിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. സ്റ്റാൻലി ഫോണിന് അടുത്തേക്ക് നീങ്ങി. പപ്പ പ്ലീസ്. അലീന മുന്നിൽ കയറി നിന്നു. പപ്പയ്ക്ക് എന്താ വേണ്ടതെന്ന് പറ. ഞാൻ നല്ല രുചിയായിട്ട് വെച്ചുണ്ടാക്കി തരാം. വേണ്ട, ഇതെല്ലാം ഓരോ ഒബ്ലിഗേഷനാ. ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിപ്പിച്ചാൽ ആരുടെയും പരാതി കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനിപ്പം വേണ്ട, അലീന വാശി പിടിച്ചു പറഞ്ഞു. കുറേ മട്ടനും ചിക്കനും ബീഫും ഫിഷും ഫ്രൈയും കറിയും മപ്പാസും സകലതും മേശപ്പുറത്ത് നിരത്തി വെക്കും. അതിന് 2-4 കഷ്ണം ഫോർക്ക് കൊണ്ട് തടഞ്ഞ് കഴിച്ചിട്ട് ബാക്കി മുഴുവൻ എച്ചിലാക്കി കളയുന്ന ധാരാളിത്തം ഇനി ഇവിടെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. അലീന സ്റ്റോപ്പ്. സ്റ്റാൻലിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഇല്ല, ഞാൻ അധിക പ്രസംഗമാണ് പറയുന്നതെന്ന് എനിക്കറിയാം. പപ്പയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്നും അറിയാം. പപ്പ എന്നെ തല്ലിക്കൂ. ഒരു സങ്കടവുമില്ല എനിക്ക്. അല്ലെങ്കിൽ പപ്പ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. പപ്പയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു നിയന്ത്രണമുണ്ടോ? ദേഷ്യത്തിലില്ല, ആഹാരത്തിലില്ല, മദ്യപാനത്തിലില്ല, പുകവലിയിലില്ല, ഒന്നിലുമില്ല. ഞാൻ ഇതിലെല്ലാം ഇടപെടും. ഇല്ലെങ്കിൽ പപ്പ എന്നെ ഉപേക്ഷിക്കണം. എനിക്ക് അങ്ങനെയൊരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി ഞാൻ സ്വത്തുണ്ടാക്കിയിരിക്കുന്നത്. തറവാട്ട് സ്വത്തല്ല, എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടായ ഫലമാണ്. പക്ഷേ പപ്പയ്ക്ക് 4 മക്കളുണ്ടെന്ന കാര്യം മറന്നോ? അതിലൊരാളാ 23 വർഷക്കാലം വളർത്തിയത്. ഒരു അനാഥാലയങ്ങൾക്ക് ദാനം ചെയ്താലും ആ കടം തീരുമോ? ആൻ്റപ്പൻ. സ്റ്റാൻലി ഒച്ചയെടുത്ത് വിളിച്ചു. ആൻ്റപ്പൻ നിമിഷങ്ങൾക്കുള്ളിൽ ഓടിയെത്തി. ഇവളെ വിളിച്ചുകൊണ്ട് പോയി TV ഓൺ ചെയ്ത് കൊടുക്ക്. അല്ലെങ്കിൽ ആ പുഴയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. പപ്പ എന്നെ എങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ തന്നെയാ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അലീന മറുപടി പറഞ്ഞിട്ട് പോയി. കോറിഡോറിൽ ഔദക്കുട്ടിച്ചാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല. വേറെ കുക്കിനെ വിളിക്കാൻ പോണത്രേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ചുറ്റിക്ക വെച്ച് ആണി അടിച്ച പോലെ തറഞ്ഞു പോയ ശീലങ്ങളാണ് അവൻ്റേത്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ആണിയടിക്കുന്ന ചുറ്റികയുടെ മറുവശത്ത് ഒരു സാധനമുണ്ട്. അടിച്ചുറപ്പിച്ച ആണി ഇളക്കിയെടുക്കാനുള്ളതാ അത്. ആട്ടെ, നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? ആ, ചെറുതായിട്ട്. നീ ഒരു കാര്യം ചെയ്യുമോളെ, അവൻ്റെ ഇഷ്ടം പോലെ 3-4 ദിവസം കൂടി വെച്ച് വിളമ്പി കൊടുക്ക്. എന്നിട്ട് ഓരോ ഐറ്റം വെച്ച് ഓരോ ദിവസം കുറച്ചുകൊണ്ട് വാ. ചോദിച്ചാൽ അതിനെന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞാൽ മതി. ലാലിച്ചൻ വിശ്വസിച്ചോളും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല വല്യപ്പ. മധ്യ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവൊന്നുമല്ലല്ലോ ഈ ലാലിച്ചൻ. വല്യപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വല്യപ്പൻ്റെ മടിയിൽ കിടന്ന്. അവൻ അത് കേൾക്കുമ്പോൾ കലി കയറും. അത് കുട്ടിച്ചാൻ ചിരിയോടെ പറഞ്ഞു. നീ അവൻ്റെ അടുത്ത് അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ അവൻ്റെ അപ്പനായതുകൊണ്ടാണ് അവൻ എന്നെ തല്ലാത്തത്. എന്നെ അടിച്ചോട്ടെ. അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലുകൊള്ളാത്ത മക്കളുണ്ടോ? എനിക്കും പപ്പയുടെ കയ്യിൽ നിന്ന് ഒരടിയെങ്കിലും മേടിക്കണം. എന്നിട്ട് മാറിയിരുന്ന് കരയണം, കെറുവിച്ച് മിണ്ടാതെ നടക്കണം, പിന്നെയും കൂട്ടുകൂടണം. അത് വല്ലാത്ത സൂക്കേട് തന്നെയാണ്. വല്യപ്പച്ചൻ നോക്കിക്കോ, അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. എനിക്ക് പപ്പയുടെ ദേഷ്യം കാണാൻ വലിയ ഇഷ്ടമാണ്.
മുഖമൊക്കെ ചുവന്ന്, കണ്ണ് രണ്ടും ചീമനെല്ലിക്ക പോലെ ഉരുണ്ട്, മീശ വിറപ്പിച്ച് ഇപ്പം തല്ലുമെന്ന് തോന്നും. അവൻ്റെ ഒരു കൈ വീണ നീ ചത്തുപോകും. അവധക്കുട്ടിച്ചാൻ ചിരിയോടെ പറഞ്ഞു. നിനക്ക് അടിക്കുവാണേൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല ഒന്നാന്തരം ചൂരലിരിപ്പുണ്ട്. നടക്കും. ഞാൻ എന്ത് വികൃതി കാട്ടിയാലും വല്യപ്പച്ചൻ ചിന്നമ്മേനെ നുള്ളി നോക്കില്ല എന്ന് എനിക്കറിയാലോ. അലീന ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി BBC ന്യൂസ് കണ്ട് സോഫയിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ കാൽച്ചുവട്ടിലും സോഫയിലും നായ്ക്കൾ കിടന്ന് വിശ്രമിച്ചു. വാതിൽ അല്പം തുറന്ന് ശബ്ദം കേട്ട് സ്റ്റാൻലി മുഖം തിരിച്ചു നോക്കി. അലീനയാണ്. അയാൾ വീണ്ടും TV-യിലേക്ക് ശ്രദ്ധ തിരിച്ചു. അലീന മുറിയിലേക്ക് കയറി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എനിക്ക് വേണ്ട, സ്റ്റാൻലി പറഞ്ഞു. അതെന്താ വേണ്ടാത്തത്? അലീന ചോദിച്ചു. സ്റ്റാൻലി വാച്ചിൽ നോക്കി. ഇപ്പോൾ സമയം എന്തായി? അലീന സ്റ്റാൻലിയുടെ ഇടതുകൈ പിടിച്ചുയർത്തി സമയം നോക്കിയിട്ട് പറഞ്ഞു. 8:48. ബ്രേക്ക്ഫാസ്റ്റിന് സമയം എത്രയാ? 8:30. എനിക്കൊരു ചിട്ടിയുണ്ട്, അറിയാമല്ലോ. പട്ടാളത്തിലെ ചിട്ടിയൊക്കെ ഇവിടെ വേണോ പപ്പ? പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് തന്നെ എത്ര വർഷമായി. എനിക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അതെൻ്റെ ശീലമാണ്. 10-15 മിനിറ്റ് താമസിച്ചുവെന്ന് വെച്ച് വയറ് കോപിക്കുമോ? അതെന്തൊരു വയറാ! അങ്ങനെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു വയറ് നമുക്ക് വേണോ? അലീന കുസൃതിയോടെ ചോദിച്ചു. സ്റ്റാൻലി TV-യുടെ സ്ക്രീനിലേക്ക് കണ്ണും നട്ടിയിരുന്നു. അലീന സോഫയുടെ പിന്നിൽ ചെന്ന് നിന്ന് സ്റ്റാൻലിയുടെ ശിരസിൽ 2 കൈത്തലങ്ങളും വെച്ചു. ആദ്യം പതിയെ മുടിയിലൂടെ കൈ ഓടിച്ചു. പ്രതിഷേധിക്കണമെന്ന് തോന്നിയെങ്കിലും സ്റ്റാൻലി അനങ്ങാതെ ഇരുന്നു കൊടുത്തു. അതിനൊരു സുഖമുണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിലും ചെന്നിയിലും ഇളം ചൂടുള്ള വിരലുകൾ മസാജ് ചെയ്യും പോലെ തലോടി. എല്ലാം ഞാനെടുത്ത് ഊണുമേശയിൽ വെച്ചിരിക്കുക. ഇനിയും താമസിച്ചാൽ അത് തണുത്തു പോകും. അവളുടെ വിരലുകൾ അയാളുടെ കണ്ണുകൾ മൂടി. പപ്പയ്ക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചത്. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം സങ്കടം തോന്നും. അലീന അയാളുടെ മുഖം നീലക്കണ്ണാടിയുടെ നേർക്ക് തിരിച്ചു. കണ്ണുകളെ മൂടിയിരിക്കുന്ന വിരലുകൾ മാറ്റി നീലക്കണ്ണാടിയിൽ സ്റ്റാൻലി കൊണ്ടു തൻ്റെ ശിരസിന് മീതെ അലീനയുടെ മുഖം നെറുകയിൽ താടി മുട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു. എന്നിട്ട് ഒരടിക്കുറിപ്പും സിംഹവും മുയലും. അലീന കണ്ണാടിയിലെ സ്റ്റാൻലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവത്തിന് ഒരയവുമില്ല. പപ്പ എഴുന്നേറ്റ് വാ. അവൾ അയാളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സ്റ്റാൻലി മുൻപേ ഊണുമുറിയിലേക്ക് നടന്നു. അവധക്കുട്ടിച്ചാൻ അവിടെ ഹാജരുണ്ടായിരുന്നു. അലീന ഭക്ഷണം വിളമ്പി. പാലപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും ഇഡലിയും ചട്നിയും അവൾ ഉണ്ടാക്കിയിരുന്നു. സ്റ്റാൻലി തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി. ഇവിടെ ഫോർക്കും നൈഫും സ്പൂണും. അയ്യോ, അതെല്ലാം ഞാൻ കഴുകാനിട്ടിരിക്കുക, അലീന പറഞ്ഞു. അത് കഴുകിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. ഗോ ആൻഡ് ബ്രിങ്. ഒരു ദിവസത്തേക്ക് പപ്പ അഡ്ജസ്റ്റ് ചെയ്യണം. കൈ കൊണ്ട് കുഴച്ചു വെച്ചൊന്ന് കൈയിലെ വാച്ചൊന്നും ഊരിപ്പോകത്തില്ലല്ലോ. സ്റ്റാൻലിക്ക് ചുണ്ടിതമായി. അയാൾ പ്ലേറ്റ് തള്ളി നീക്കി എഴുന്നേൽക്കാൻ ഭാവിച്ചു. അലീന കയ്യിൽ കയറി പിടിച്ചു. പപ്പ പ്ലീസ്. അവൾ തൻ്റെ വലതു കൈ കാണിച്ചിട്ട് പറഞ്ഞു. തൽക്കാലം എൻ്റെ ഈ കൈ കത്തിയും മുള്ളുമാണെന്ന് പപ്പ കരുതണം. കത്തി കൊണ്ട് പാലപ്പം ഇങ്ങനെ മുറിച്ച് ഒരു മുള്ളുകൊണ്ട് കുത്തിയെടുത്ത് സ്റ്റൂവിൽ മുക്കി പപ്പയുടെ വായ്ക്ക് നേർക്ക് കൊണ്ടുവരുമ്പോൾ അവൾ കൈകൊണ്ട് മുറിച്ചെടുത്ത് കറിയിൽ മുക്കിയെടുത്ത് കഷ്ണം വായ്ക്ക് നേരെ കൊണ്ടുവന്നതും സ്റ്റാൻലി മുഖം മാറ്റി. പപ്പ, ഇത് കഷ്ടമാണ് കേട്ടോ. പപ്പ എന്ന് ആലോചിച്ച് നോക്കിക്കേ. സോമാലിയയിലും എത്യോപ്യയിലുമൊക്കെ നമ്മളെപ്പോലത്തെ ആയിരക്കണക്കിന് മനുഷ്യർ ആഴ്ചയിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിശന്ന് മരിച്ചു പോകുന്നു. പപ്പ കണ്ടിട്ടില്ലേ TV-യിൽ? തലയോട്ടിയും 2 കണ്ണും പല്ലും എല്ലും തൊലിയും മാത്രമുള്ള പട്ടിണിക്കോലങ്ങളെ. എന്നിട്ട് പപ്പയുടെ ആഹാരം 1/4 മണിക്കൂർ വൈകിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കത്തിയും മുള്ളും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ കടുപിടുത്തം പിടിക്കുന്നത് ശരിയാണോ? സ്റ്റാൻലിയുടെ മുഖത്ത് മുറുക്കം തെല്ലം നയഞ്ഞു. മകളുടെ മുൻപിൽ ഇനി ഒരു പിടി വാശിക്കും അർത്ഥമില്ല. ഒരു നിബന്ധനയ്ക്കും നിലനിൽപ്പില്ല. ചിട്ടകളും തർക്കങ്ങളും എല്ലാം ദുർബലങ്ങളായി തീർന്നു കഴിഞ്ഞിരുന്നു. അലീന നീട്ടിയ അപ്പകഷ്ണത്തിന് നേർക്ക് അയാൾ വായ തുറന്നു. അത് കഴിച്ചിട്ട് അയാൾ പറഞ്ഞു. ഇനി ഞാനെടുത്ത് കഴിച്ചോളാം. പപ്പയുടെ കഴുകിയില്ലല്ലോ. ഇനി എണീറ്റ് പോകണ്ട. അത് വേണ്ട പപ്പ. ഒരു നാണക്കേടും വിചാരിക്കേണ്ട. വേറെ ആരും കാണുന്നില്ലല്ലോ. വല്യപ്പച്ചനല്ലേ ഉള്ളൂ. അലീന എടുത്തു കൊടുക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കെ സ്റ്റാൻലി ചോദിച്ചു. നിനക്ക് കഴിക്കണ്ടേ? ഞാനും കൂടി പപ്പയുടെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചോട്ടെ? പപ്പയ്ക്ക് കുറച്ചിൽ തോന്നൂ? ഇല്ല, സ്റ്റാൻലി പറഞ്ഞു. അപ്പനും മകളും ഒരേ പാത്രത്തിൽ ആഹാരം പങ്കിട്ട് കഴിക്കുന്നത് നോക്കി അവധക്കുട്ടിച്ചാൻ അല്പനേരം അനങ്ങാതിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കെ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് സ്റ്റാൻലി അമ്പരന്നു. അലീന പെട്ടെന്ന് മേശമേലിരുന്ന അയാളുടെ കൈത്തണ്ടയിലേക്ക്
മുഖം വെച്ച് ഏങ്ങലടിച്ചു. അത് കുട്ടിച്ചായനും അന്താളിച്ചു പോയി. എൻ്റെ കൈത്തണ്ടയിലേക്ക് ചുടുകണ്ണീർ വീഴുന്നുകൊണ്ടിരുന്നു. സ്റ്റാൻലി അറിയുന്നുണ്ടായിരുന്നു. അലീന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഖമുയർത്തി പുറംകൈ കൊണ്ട് കണ്ണും കവിളും തുടച്ചു. എന്നിട്ട് ജാളിതയോട് പറഞ്ഞു, സോറി പപ്പ. എൻ്റെ സന്തോഷം കണ്ട ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഇത്രയും ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ടിപ്പം വീണ്ടും അവളുടെ മിഴികൾ കവിഞ്ഞു. ഓട്ടോറിക്ഷ മുറ്റത്ത് കയറാതെ ഗാർഡന് പിന്നിലേക്ക് വന്നു നിന്നു. ഇവിടെ വരെയുള്ളൂ? മനുശങ്കർ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചു. നായ്ക്കളുള്ള വീടാ സാറേ, അതും സിംഹവും കടുവയും പോലത്തെ കുറേ എണ്ണം. ഓർക്കാപ്പുറത്ത് വല്ലതും കെട്ടഴിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ, ഡ്രൈവർ പറഞ്ഞു. അങ്ങനെ ആരുടെയെങ്കിലും കഥ കഴിച്ചിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്നാലും നമ്മുടെ സമയദോഷത്തിന് ചിലപ്പോൾ സംഭവിച്ചു പോയെങ്കിലോ? മനുശങ്കർ 4 പാട് നോക്കിയിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ചാർജ് കൊടുത്തു. അവൻ മുറ്റത്തേക്ക് കയറും മുൻപേ നായ്ക്കൂട്ടങ്ങളിൽ നിന്ന് ഗർജനം മുഴങ്ങി. ആദ്യത്തെ കുര അവനെ അല്പം ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് ധൈര്യസമേതം അവൻ മുന്നോട്ട് നീങ്ങി. അലീന എങ്ങോട്ട് നിന്നോ സിറ്റൗട്ടിലേക്ക് ഓടിയെത്തി. ദൈവമേ, മനുവേട്ടൻ! ഭയങ്കര അതിശയമായി പോയല്ലോ. മനുവേട്ടൻ എന്താ ഒന്ന് വിളിക്കുക പോലെയും ചെയ്യാതെ? അവനെ ഓർക്കാപ്പുറത്ത് കണ്ടതിൽ അലീനയ്ക്കുള്ള അത്ഭുതവും ആഹ്ലാദവും എല്ലാം അവളുടെ മുഖത്തും ശബ്ദത്തിലും പ്രകടമായിരുന്നു. അതിശയിപ്പിക്കാൻ വേണ്ടി തന്നെയാ മുൻകൂട്ടി പറയാതിരുന്നത്, മനുശങ്കർ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ മനുവേട്ട, അവൾ ക്ഷണിച്ചു. അവൻ കോറിഡോറിൻ്റെ മധ്യഭാഗത്തിൽ ലിവിംഗ് റൂമിൽ വരെ എത്തുമ്പോഴേക്കും അവധക്കുട്ടിച്ചായൻ രംഗത്ത് വന്നു. അലീന മനുശങ്കറിനെ അയാൾക്ക് പരിചയപ്പെടുത്തി. അവധക്കുട്ടിച്ചായനെ തിരിച്ചു. മനുവിനെ അവിടെ ഇരുത്തിയിട്ട് അലീന ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. അവധക്കുട്ടിച്ചായൻ മനുവിൻ്റെ ജോലിയെക്കുറിച്ചും താമസത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമെല്ലാം അല്പം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. അത്രയുമായപ്പോഴേക്കും അലീന എത്തി. മനുവേട്ടൻ വാ, ചായ കുടിക്കാം. അവൾ അവനെ ഊണുമുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. അവിടെ മേശപ്പുറത്ത് ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചിരുന്നു. അവൾ തന്നെ നിർബന്ധിച്ച് ഓരോന്നും കഴിപ്പിച്ചു. എങ്ങനെയുണ്ട് ഇവിടുത്തെ പപ്പ? അവിടുത്തെ അച്ഛനേക്കാൾ ബെറ്ററാണോ? മനു ചോദിച്ചു. അങ്ങനെ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. അച്ഛൻ ശാന്തനും അലിവുള്ളവനുമാ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയാം. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിക്കും. പപ്പ അങ്ങനെയല്ല. സ്നേഹമുള്ള സിംഹം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു രീതിയാ. ചോദിച്ചാലും തരില്ല സ്നേഹം, നമ്മൾ ചെന്ന് പിടിച്ചു വാങ്ങണം. അത് കൊള്ളാമല്ലോ. ദേഷ്യക്കാരനാണോ? എപ്പോഴും ഭയങ്കര ഗൗരവമാ. ആ ഇരിപ്പും ഭാവവും നോട്ടവും ഒക്കെ കണ്ട നമുക്ക് തോന്നും പപ്പയുടെ ചുറ്റും ഒരു കോട്ട കെട്ടിയിട്ടുണ്ടെന്ന്. അടുത്തോട്ട് ചെല്ലാനും പറ്റില്ല, കോട്ട വിട്ടിറങ്ങി വരികയുമില്ല. സംസാരിക്കാനൊക്കെ വലിയ പിശുക്കാ, അളന്ന് മുറിച്ച് സൈന്യാധിപന്മാർ ഉത്തരവിടുന്നത് പോലെ. പിന്നെ അലീന എങ്ങനെ കോട്ടയ്ക്കകത്ത് കയറിപ്പറ്റി? മനുശങ്കർ പുഞ്ചിരിയോട് ചോദിച്ചു. ഞാൻ ആ കോട്ടയ്ക്ക് തുരങ്കം വെച്ചു, അലീന ചിരിയോടെ പറഞ്ഞു. അലീനയുടെ അടുത്ത് ദേഷ്യം കാണിക്കോ? ഓ, അതിപ്പോൾ സാക്ഷാൽ ദിവന്തമ്പുരാൻ വന്നാലും പപ്പ കണ്ണ് ഉരുട്ടി കാണിക്കും. ഇഷ്ടപ്പെടാതെ വല്ലതും പറഞ്ഞാൽ ഗെറ്റ് ഔട്ട്. പക്ഷെ എന്നോട് ഇതുവരെ ഗെറ്റ് ഔട്ട് പറഞ്ഞില്ല. 23 വർഷം ഞാൻ അനാഥാലയത്തിലാണല്ലോ ജീവിച്ചത്. ഓർക്കുമ്പം പപ്പയ്ക്ക് ഭയങ്കര വിഷമമാണ്. വല്യപ്പച്ചൻ എങ്ങനെയുള്ള ആളാ? എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പുനലൂരെന്ന് പറഞ്ഞു വന്നയാളല്ലേ? എന്നിട്ട് നോക്കുമ്പോഴുണ്ട് വല്യമ്മച്ചി ചെറുപ്പക്കാരിയായിട്ട് നേരെ കൺമുമ്പിൽ. മരിച്ചുപോയ വല്യമ്മച്ചിയുടെ തൽസ്വരൂപമാണത്രേ ഞാൻ. നടപ്പും നോട്ടവും വർത്താനം ചിരി എല്ലാം അതുപോലെ തന്നെയാണെന്നാണ് വല്യപ്പച്ചൻ പറയുന്നത്. അതിനുശേഷം ഞാനൊന്നും വല്യമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പാവം വല്യമ്മച്ചിയാണല്ലോ സ്വന്തം ഛായയും ശബ്ദവും സ്വഭാവവും എല്ലാം തന്ന് എന്നെ അനുഗ്രഹിച്ചത്. എനിക്ക് ചിലപ്പോൾ തോന്നും ഏതോ കാണാമറയത്തിരുന്ന് ഒരു ചെറു പിഞ്ചുരിയോടെ വല്യമ്മച്ചി എന്നെ നോക്കുന്നുണ്ടെന്ന്. ഈ ഭൂമിയിൽ ഒരു ജീവിതം കിട്ടിയതിനു നമ്മൾ ആരോടെല്ലാം കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത് അല്ലേ മനുവേട്ട? മനുശങ്കർ കൗതുകം പൂണ്ട വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അലീന താനിവിടെ വന്നപ്പോൾ മുതലുള്ള ഓരോരോ സംഭവവും അവനോട് വിസ്തരിച്ചു പറഞ്ഞു. മനസ്സുവല്ലിവില്ലാതെ എല്ലാം പങ്കുവയ്ക്കാൻ ഹൃദയത്തിനിണങ്ങിയ ഒരാളെ കിട്ടിയതുപോലെ അവൾ ആഹ്ലാദിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചായ കൂടി കഴിഞ്ഞു. അലീന മനുശങ്കറിനെ വിളിച്ച് സ്റ്റാൻലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സ്റ്റാൻലി ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. ആ വലിയ ശരീരവും അതിനു ചുറ്റും നിന്നുള്ള നായ്ക്കളും തനിക്ക് നേരെ തിരിയുന്നത് കണ്ട് മനുശങ്കറിന് ഒരു കിടിലം തോന്നി. നായ്ക്കൾ മനുശങ്കറിനെ തുറച്ചു നോക്കി. അലീന അവരുടെ നേർക്ക് കൈകൊണ്ട് എന്തോ ആംഗ്യം കാട്ടി. എൻ്റെ ആളാണ്, ഉപദ്രവിക്കരുത് എന്നാണ് അതിനർത്ഥമെന്ന് മനുശങ്കറിന് തോന്നി. സ്റ്റാൻലി ഫോണിൽ ചെയ്തു. തീരും വരെ അവർ കാത്തുനിന്നു. റിസർവ് വെച്ച
ശേഷം സ്റ്റാൻലി അലീനയെയും മനുശങ്കറിനെയും ചോദ്യഭാവത്തിൽ നോക്കി. അലീന മനുശങ്കറിനെ പപ്പയ്ക്ക് പരിചയപ്പെടുത്തി. സ്റ്റാൻലി ഷേക്ക് ഹാൻഡ് നൽകി. ഇരിക്കൂ. മനുശങ്കർ കസേരയിൽ ഇരുന്നു. അലീന പപ്പയോടൊപ്പം സോഫയിലും. ഏതാനും ചില വാക്കുകളിൽ ഒതുങ്ങാതെ കുലശലാന്വേഷണങ്ങൾ വാദിത്വങ്ങൾ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, സ്റ്റാൻലി പറഞ്ഞു. എനിവേ, ഊണ് കൊടുത്തിട്ട് ഇയാളെ തിരിച്ചയക്കാവൂ. അലീന, നീ കേട്ടോ ഞാൻ പറഞ്ഞത്? ഉവ്വ്. അലീന മനുശങ്കറിനെയും കൂട്ടി ബംഗ്ലാവിൻ്റെ വെളിയിലെ ലോണറിലേക്ക് ഇറങ്ങി. മനുശങ്കറിൻ്റെ മുഖം മ്ലാനമായിരുന്നു. അത് കണ്ട് അവൾ ചോദിച്ചു, എന്തു പറ്റി മനുവേട്ട? അലീനയുടെ പപ്പ പറഞ്ഞതിൽ അർത്ഥമെന്താ? പാലായിലുള്ളവരാരും ഈ പഴയ അടുപ്പവും ബന്ധവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ? ആയിക്കോട്ടെ, അത് പപ്പയുടെ ആഗ്രഹം. ഒരാളുടെ ഇഷ്ടം മാത്രം നടത്തിയെടുത്താൽ മതിയോ ഈ ലോകത്ത്? ഞാൻ പപ്പയെയും പറ്റി മനുവേട്ടനോട് പറഞ്ഞതല്ലായിരുന്നു. പപ്പയ്ക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ മനുവേട്ടനെ ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ വരാം. ഞാനല്ലേ പറയുന്നേ. വാ. അലീന അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൾ അവനെ കൊണ്ടുവന്ന് വീടും പരിസരവും പ്രാക്കൂടും നായ്ക്കളെയും മീനുകളെയും എല്ലാം കാട്ടിക്കൊടുത്തു. അലീനയുടെ പപ്പയുടെ ഭാര്യയും മക്കളും ഇങ്ങോട്ട് വരാറില്ലേ? മനുശങ്കർ ചോദിച്ചു. കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് പോയത്. അവൾ ആ സംഭവം വിവരിച്ച് കേൾപ്പിച്ചു. പപ്പ അവരെയെല്ലാം തുരത്തിവിട്ടു. പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടേയില്ല. പക്ഷെ എനിക്കെതിരെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നറിയാം. നിനക്ക് പേടിയില്ലേ? ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നേ? പപ്പയുടെ ഭാര്യയും മക്കളും അഞ്ചലിലാണ് താമസിക്കുന്നേ. എനിക്ക് തോന്നുന്നു ഇവിടം എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന്. അവരെയെല്ലാം ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. പപ്പയുടെ സ്വഭാവം മാറ്റിയെടുക്കണം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണം. അതെങ്ങനെ സാധിക്കും? എനിക്കറിയില്ല. യേശു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. അതല്ലെങ്കിൽ എന്തിനാ ഈ വഴിയെല്ലാം നടത്തി എന്നെ ഇവിടെ എത്തിച്ചത്? ഇതെല്ലാം കഴിഞ്ഞു നിനക്ക് വേണ്ടി നീ എന്നു മുതലാണ് ജീവിച്ചു തുടങ്ങുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മനുശങ്കറിന്. അലീന അവനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ അവൾ പൗലോസിയേട്ടനുമായുണ്ടായ വഴക്കിനെപ്പറ്റി അവനോട് പറഞ്ഞു. അലീനയുടെ വിലക്കിനെ അവഗണിച്ച് അവനും ചില്ലറ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു സത്യം പറയട്ടെ അലീന? എന്താ സത്യം? വേണമെങ്കിലും പറഞ്ഞു. അവൾ അവനെ നോക്കി ചിരിച്ചു. നിനക്ക് കുറേ മാറ്റം വന്നു. കടപ്പാട്ടൂർ ചെന്നപ്പോഴത്തെ അലീനയല്ല. ഇത്രയൊന്നും സംസാരിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലും ഒക്കെ ഒരു മാറ്റം. വാക്കുകൾക്ക് ഒരു ആധികാരികത. നടപ്പിലും എടുപ്പിലുമൊക്കെ കുറച്ചുകൂടെ സ്പീഡായി. മുന്നോട്ട് വരാൻ ഒട്ടും ശങ്കയില്ല. പഴയ പോലെ ഡോർ കർട്ടന് പിന്നിൽ നിൽക്കുന്നയാളല്ല. ഞാനിപ്പോൾ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളല്ലേ മനുവേട്ട? ഒരാത്മവിശ്വാസം അത്ര ചെറുതല്ലല്ലോ. പപ്പ സ്വാർത്ഥനും പരുക്കനുമായി ഒക്കെ ആയിരിക്കും. എന്നാലും എനിക്കറിയാം എന്നോട് വലിയ ഇഷ്ടമാണെന്ന്. ആദ്യമൊക്കെ ഞാൻ ആരാണെന്ന് പറയാൻ പപ്പയ്ക്ക് വലിയ മടിയായിരുന്നു. ഇപ്പം ആര് ചോദിച്ചാലും പറയും ഇതെൻ്റെ സ്വന്തം മകളാണെന്ന്. പപ്പ അത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പപ്പയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കും. 24 വർഷത്തോളം അനാഥയായി ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അംഗീകാരമല്ലേ മനുവേട്ട? നിനക്കുണ്ടായ മാറ്റങ്ങൾ നെഗറ്റീവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ തന്നെ വേണം. അവൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. ഉച്ചയൂണിന് ശേഷം അലീന ബൈജുവിനെ വിളിച്ച് കാർ ഇറക്കാൻ പറഞ്ഞു. അവൾ മനുവിനെ പപ്പയുടെ തോട്ടം കാണിക്കാൻ കൊണ്ടുപോകുകയാണ്. അത് കുട്ടിച്ചായനും അവരോടൊപ്പം ചെല്ലാൻ താല്പര്യം പ്രകടിപ്പിച്ചു. കാറിലിരിക്കെ മനുശങ്കർ അലീനയോട് ചോദിച്ചു, എറണാകുളത്ത് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ, രേവതിക്കുട്ടി. അവളെ വിളിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ വിളിക്കും. എന്താ മനുവേട്ട രേവതിക്കുട്ടിയെപ്പറ്റി ചോദിച്ചത്? മനുവേട്ടൻ കണ്ടിട്ട് പോലുമില്ലല്ലോ. എൻ്റെ ലാപ്ടോപ്പിൽ അവളുടെ പടങ്ങൾ രോഹിത്തിനെയും കൂട്ടി എറണാകുളത്ത് പോയപ്പോൾ എടുത്തത്. അത് കണ്ടിട്ട് എൻ്റെ ചില ഫ്രണ്ട്സിന് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. അവൾ കൊച്ചല്ലേ മനുവേട്ട? 2-3 വർഷം വെയിറ്റ് ചെയ്യാനൊക്കെ പലരും തയ്യാറാണ്. എന്നാലും ഒരാൾക്കല്ലേ അവളെ കല്യാണം കഴിക്കാൻ പറ്റൂ. അലീനയുടെ മുഖം തിരിച്ച് അവനെ നോക്കി. അപ്പോഴത്തെ അവളുടെ നോട്ടവും കുസൃതിപ്പുഞ്ചിരിയും അവനെ രാഗവിവശനാക്കി. കെട്ടിപ്പിടിച്ച് കണ്ണിൽ ഒരുമ കൊടുക്കാനുള്ള വെമ്പൽ അവതക്കുട്ടിച്ചായനെ ഓർത്ത് അവൻ പണിപ്പെട്ടടക്കി. അലീനയും അവൻ്റെ ഭാവം തിരിച്ചറിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. രേവതിക്കുട്ടിയുടെയും ഭാവി കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത് മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയമ്മയും കൂടിയാണ്. അവൾ ആ കുടുംബത്തിലെ ഒരംഗത്തെമായി കഴിഞ്ഞു. ഇപ്പം തന്നെ
അവരവളെ കൊണ്ട് ദൂരെ എവിടേക്കോ ടൂറ് പോയിരിക്കുകയാണ്. എവിടെ? ഒരു ദിവസം ജയ്പൂരിൽ നിന്ന് വിളിച്ചു, പിന്നെ ഒരു ദിവസം ആഗ്രയിൽ നിന്ന്, പിന്നെ സിംല. ഓരോ ദിവസവും വിളിക്കുമ്പോഴും അവൾ ഓരോരോ സ്ഥലങ്ങളുടെ പേര് പറയും. മാമച്ചനങ്ങളുടെ ചില സ്വന്തക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവരുമുണ്ട് കൂടെ. ഇവിടുത്തെ വിവരങ്ങളൊക്കെ അവളോട് പറയാറുണ്ടോ? ഫോണെടുത്ത അവളുടെ വർത്തമാനം ഒന്ന് തീർന്നിട്ട് വേണ്ടേ നമുക്ക് അങ്ങോട്ടെന്തെങ്കിലും പറയാൻ. ഞാൻ മൂളിക്കൊണ്ടിരിക്കും. അതിനേ ഉള്ളൂ നിവൃത്തി. കാർ തോട്ടത്തിലെത്തി. അലീന മനുശങ്കരനെയും വിളിച്ച് തോട്ടത്തിലിറങ്ങി. അതിലെ വിസ്തീർണവും മറ്റും പറഞ്ഞു കേൾപ്പിച്ചു. കുന്നിൻ മുകളിലെ ഓഫീസും പുകപ്പുരയും സ്റ്റോറുകളും ഗസ്റ്റ് ഹൗസും എല്ലാം മനുശങ്കരനെ കാട്ടിക്കൊടുത്തു. അലീനയുടെ പപ്പ ഒരു എസ്റ്റേറ്റ് ഉടമയാണ് അല്ലേ? ഞാൻ ഇത്രയും കരുതിയില്ല, മനുശങ്കർ പറഞ്ഞു. 3 മണിയോടെ അവർ തിരിച്ച് ബംഗ്ലാവിലെത്തി. ഞാൻ ഉടനെ തിരിച്ചു പോവുകയാണ്, അവൻ പറഞ്ഞു. എൻ്റെ റൂം ഞാനിതുവരെ കാണിച്ചില്ലല്ലോ. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അലീന അവനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. വാതിൽ തുറന്ന് അകത്തു പ്രവേശിച്ചതും അവൻ്റെ കണ്ണുകളിൽ ആശ്ചര്യം കൊണ്ട് വിടർന്നു. ഇതൊരു 7 സ്റ്റാർ ഹെറിറ്റേജ് റിസോർട്ട് സ്യൂട്ട് റൂം പോലെയുണ്ടല്ലോ. അത്രയ്ക്ക് കളിയാക്കണ്ട, എന്നാലും ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറിയായത്. പപ്പ എനിക്ക് വേണ്ടി ഒരുക്കിയതാ. ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി ഈ വീട്ടിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന്. വീട്ടിൽ മാത്രമല്ല, എൻ്റെ പപ്പയുടെ മനസ്സിലും. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്പസമയം മൗനമായി നിന്നു. പാല കടപ്പാട്ടൂരെ മനുശങ്കറിൻ്റെ വീട്ടിലെ വേലക്കാരിയിൽ നിന്ന് കുളുത്തുപുഴയിലെ എസ്റ്റേറ്റ് ഉടമയും റിട്ടയേർഡ് കേണലുമായ സ്റ്റാലിൻ ജോസഫിൻ്റെ മകളിലേക്കുള്ള ദീർഘദൂര യാത്ര അവൾ താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. അവൾ അർഹിക്കുന്നിടത്തോളം ഔന്നത്യത്തിലായിരുന്നു. ഒരേ സമയം തന്നെ അങ്ങനെ ആഹ്ലാദിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും ഈ നിറകുടം, ഈ നിധി തനിക്ക് നഷ്ടപ്പെട്ടേക്കുമോ? ഇല്ല, വിട്ടു കൊടുക്കില്ല ഞാൻ ആർക്കും. അവൻ കൈനീട്ടി അവളുടെ കവിളിലൊന്ന് തലോടി. മെല്ലെ മുഖം അല്പം കുനിച്ച് അവളുടെ കണ്ണിൽ ചുംബിച്ചു. ഇടത് കൈ കഴുത്തിലൂടെയിട്ട് അവളെ ആലിംഗനത്തിൽ അമർത്തി. ഒരു തേങ്ങൽ കേട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അലീനയുടെ മിഴികളിൽ നനവ്. എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, നിന്റെ ഈ കണ്ണുനീര് എന്നെ ഭയപ്പെടുത്തുന്നു, അവൻ പറഞ്ഞു. മനുവേട്ടൻ്റെ ഈ സ്നേഹം എന്നെയും. കോറിഡോറിൽ നിന്ന് കാലൊച്ച കേട്ട് അവൾ വേഗം കണ്ണു തുടച്ചു. ഞാൻ പോയിക്കോട്ടെ? അവൻ്റെ സ്വരത്തിൽ വിഷാദം കലർന്നു. അലീന മൂളി. അലീന തന്നെ ബൈജുവിനെ വിളിച്ച് മനുശങ്കറിനെ കുളത്തുപുഴ ടൗണിൽ വരെ കാറിൽ കൊണ്ടുവിടാൻ നിർദ്ദേശിച്ചു. കാറിൽ കയറും മുമ്പ് മനുശങ്കർ അലീനയെ നോക്കി. അവൻ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ വാക്കുകളില്ലാത്ത ഭാഷയാണത്. അവളെ വിട്ടു പോകാൻ അവന് മടി. കുറച്ചു സമയം കൂടി അവിടെ തന്നെ അവളുടെ അരികെ നിൽക്കണം. ഇനിയും അവളോട് മിണ്ടണം. അവളുടെ രൂപം കാണുകയും സ്വരം കേൾക്കുകയും ചെയ്യണം. പക്ഷേ എപ്പോഴെങ്കിലും പോയല്ലേ പറ്റൂ. അവൻ്റെ മനസ്സിൽ ഒരു വിഷാദവും അലയടിച്ചു. പോട്ടെ, വിളിക്കാം, അത്രയും പറഞ്ഞ് അവൻ കാറിൽ കയറി. കാർ നീങ്ങി. അലീന കൈവീശി. അവൻ ഇടയ്ക്കിടെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഹൃദയത്തിനരികെ ചേർന്ന് നിന്ന ഒരാൾ യാത്ര പറഞ്ഞു പോയതുപോലെ ഒരു വേദന. മുൻപൊരിക്കലും ഇത് ഇത്രത്തോളം തീവ്രമായിരുന്നില്ല. തന്നോടടുത്ത് തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒളിച്ചുകളികൾക്ക് ഇനി അർത്ഥമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. താൻ അവനെ സ്നേഹിക്കുന്നു. നെഞ്ചിനുള്ളിൽ നിന്ന് ഒരു കരച്ചിൽ പിടഞ്ഞിറങ്ങുന്നു. അവളുടെ കൺപീലികൾ നനഞ്ഞു കുതിർന്നു.